തുടങ്ങിക്കോ. Sir. Good evening all. കീഴിലായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റിന്റെ ഒരു ഫ്രീ വെബിനാർ സെഷനിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇപ്പൊ നാട്ടിലേക്ക് ഇപ്പൊ വെക്കേഷൻ ടൈമാണ്. ഇപ്പൊ കുട്ടികളില് സ്ക്രീൻ അഡിക്ഷൻ കൂടുന്ന ഒരു സമയമാണ്. കുട്ടികൾക്കെല്ലാം എല്ലാ കുട്ടികൾക്കും നോക്കി കഴിഞ്ഞാലും കൂടുതൽ സ്മാർട്ട് ഫോണിനോടാണ് ഇൻട്രസ്റ്റ്. ഗെയിം കളിക്കാനും അതേപോലെ തന്നെ റീൽസ് കാണാനും ഇത്തരം കാര്യങ്ങളോടായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ്. അപ്പോ ഈ ഒരു ടൈമിൽ നമ്മൾ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു ഗെയിമിനോടൊക്കെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ആ ഒരു ഇൻട്രസ്റ്റ് അവരുടെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഹോബി. ഇതൊരു ഹോബി മാത്രമല്ല. ഈ ക്രാഫ്റ്റ് കുട്ടികളിൽ അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഫോക്കസ്, കോൺഫിഡൻസ് ലെവൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ക്രാഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ഹാൻഡ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതുപോലുള്ള ക്രാഫ്റ്റ് പോലുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് അപ്രീസിയേഷൻസ് കൊടുക്കാനും പാരന്റ്സ് ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ ചിൽഡ്രൻ, നിങ്ങൾക്കൊക്കെ ക്രാഫ്റ്റ് ഇഷ്ടമാണോ? ഇഷ്ടമാണോ ക്രാഫ്റ്റ്? എല്ലാവർക്കും ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ട്രെയിനറുമായിട്ടുള്ള നമ്മുടെ ഷഫീദ മാം ആണ്. മാം ഒരുപാട് പാരന്റ്സിനും കുട്ടികൾക്കൊക്കെ ഒത്തിരി ആശ്വാസമായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഷഫീദ മാമിനെ ഞാൻ ഈ ഒരു ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാം. എല്ലാവരും ഫുൾ എനർജി ആയിട്ട് ഇരിക്കണം. ഓക്കെ, താങ്ക് യു മാം. ഷഫീദ മാം. താങ്ക് യു സോസ്ന. ഹായ്. ഹായ് ടീച്ചർ. ഗുഡ് ഈവനിങ്. ഹായ് ടീച്ചർ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? എന്താ പരിപാടി വെക്കേഷന്? എന്ത് ചെയ്യാ? എന്താ പകലൊക്കെ ചെയ്യാറ്? പറ, വെക്കേഷൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ പ്ലാന്? കളി കളിക്കും. പുറത്തിറങ്ങിയിട്ടില്ല കളികളൊക്കെ കളിക്കും. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടാവും. പോവാറുണ്ടോ? കസിൻസിന്റെ വീട്ടിലൊക്കെ വിരുന്ന് പോവാറുണ്ടോ? വെക്കേഷൻ അല്ലേ? വിരുന്നൊക്കെ പോവും നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ അല്ലേ? പിന്നെന്ത് ചെയ്യും? ട്രിപ്പ് പോവോ? ട്രിപ്പ് പോവും. ഒരാളെ പോണുള്ളൂ, ഒരു മോളെ റിപ്ലൈ തരുന്നുള്ളൂ. പേരെന്തേനും? നിഹില. നിഹില. സ്മാർട്ടാണ് അല്ലേ? ഒരുപാട് ചാടി കയറി പറയുന്നുണ്ട്. എല്ലാവരും സ്മാർട്ടാണ്. നിഹിലക്ക് ഒരു അവസരം കൊടുത്തതാണ് ബാക്കിയുള്ളവരൊക്കെ അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4ാം ക്ലാസ്സില്. 4ാം ക്ലാസ്സില്. എക്സാം എല്ലാം കഴിഞ്ഞു, സ്കൂളൊക്കെ ക്ലോസ് ചെയ്ത ആശ്വാസത്തിലാണ് അല്ലേ? അതെ അതെ അതെ. പിന്നെ വീട് എവിടെയാ? വീട് മലപ്പുറം. മലപ്പുറം. ഓക്കെ ഓക്കെ. വേറെ 1-2 പേരും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി, എന്നിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ ക്ലാസ് തുടങ്ങാലോ. ഇനി ആരാ പരിചയപ്പെടാൻ വരുന്നേ? ജംഷിദ. അതാരാ? ഞാൻ കാണുന്നവരെ വിളിക്കുന്നു കേട്ടോ. നിങ്ങൾ ആരാ മുന്നോട്ട് വരുന്നത് നോക്കട്ടെ. നല്ല എനർജറ്റിക് ആയിട്ട് ആരാ ആദ്യം വരുന്നത്? പറഞ്ഞോളൂ. എന്താണ് പേര്? പറ. റിസാല്. ഇസാല്. ഇസാല് ഏത് ക്ലാസ്സിലാ? 4th-ലാ? ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടാണോ? ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടാണോ?
ഒഴിവ് സമയങ്ങളിൽ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നവരുണ്ടോ? Yes. ഉണ്ട്. വേറെ ആർക്കും? ആയിഷ ജൻഹ. ആ പറഞ്ഞോ. ആയിഷ ജൻഹ. ആയിഷ ജൻഹ. ആയിഷ ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് ഏക്കിൽ. സെക്കൻഡ് അല്ലേ? നിങ്ങൾക്കൊക്കെ പേപ്പറൊക്കെ മടക്കാനൊക്കെ അറിയോ? Yes. അറിയാം. Yes. വെരി ഗുഡ്. വെറുതെ ഇരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കാന്നല്ല, നമ്മള് സ്കൂളൊന്നും ഇല്ലാത്ത ഒഴിവ് ദിവസങ്ങളില്ലേ, വെക്കേഷൻ പോലത്തെ ദിവസങ്ങളില്, അപ്പൊ എന്ത് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം? Play. Stand. വേറെ എന്താ ചെയ്യാ? വരയ്ക്കുന്നവരുണ്ടോ? നമ്മളീ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്. ഒരുപാട് നിങ്ങൾ ഗമ്മ് വേണം, പിന്നെ പേപ്പർ വേണം. എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ, അല്ല മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് കത്രിക, പേപ്പർ, ഗം, ഇത്രയും നിങ്ങളുടെ മുന്നിലുണ്ടോ? എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഓക്കെ അല്ലേ? എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ഒരിങ്ങനെ കാണിച്ചേ, തംസപ്പ് കാണിച്ചേ, റെഡി ആണെങ്കിൽ. ഹായ്. എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ നമ്മൾ ചെറിയ ചെറിയ സംഗതികളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പേപ്പർ ഫോൾഡ് ചെയ്യാൻ അറിയോ, കട്ട് ചെയ്യാൻ അറിയോ, പേസ്റ്റ് ചെയ്യാൻ അറിയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റെഡി അല്ലേ? റെഡി? ആ, എല്ലാവരും വീഡിയോ ഓണാക്ക്, എന്നാലേ നിങ്ങൾ ചെയ്യുന്ന റെഡി ആണോ എന്നൊക്കെ മാമിന് മനസ്സിലാവുള്ളൂ. Okay. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഒരു പേപ്പർ എടുക്കുക, ഇതുപോലെ ന്യൂസ് പേപ്പറോ ഏതോ എടുക്കാം. എടുത്തു. ബട്ടർഫ്ലൈന് ഇഷ്ടമാണോ? നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കി നോക്കിയാലോ ഫസ്റ്റ്? നോക്കാം. ഇങ്ങനെയല്ലേ പേപ്പർ ഇരിക്കുന്നത്? അപ്പൊ ഇത് ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ കോർണറിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. കണ്ടോ? കറക്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തേ എല്ലാരും. കാണുന്നില്ലേ? ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പറയാം ചെയ്ത് കഴിഞ്ഞു, ഫിനിഷ് ആയി. ഫിനിഷ്. ഓക്കെ ഓക്കെ, ആർക്കാ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന നോക്കട്ടെ. മറ്റേ പേര് എന്തേലും? Finish. Yes, finish. ആദ്യം ഫിനിഷ് ആക്കിയ ആളെ പേരെന്തേലും? ഷംസൂദ. മോന്റെ പേരെന്താ? ഇസാന്. ഓക്കെ, ഇസാനാണ് ആദ്യമായിട്ട് പിന്നെ ഫോൾഡ് ചെയ്ത് കേട്ടോ. ഞാൻ നോക്കും ആരൊക്കെ ഫാസ്റ്റ് ആയി ചെയ്യുന്നതെന്നൊക്കെ, ആർക്കാ സ്പീഡ് നോക്കട്ടെ. അങ്ങനെ ഫോൾഡ് ചെയ്തില്ലേ എല്ലാരും? ഇങ്ങനെ പൊക്കി പിടിച്ചേ ഫോൾഡ് ചെയ്തവരൊക്കെ.
ഇവിടെ ഇവിടെ ഓക്കെ ആവണം, അവിടെ കറക്റ്റ് ആവണം. കണ്ടോ? ഈ സൈഡ് നോക്കട്ടെ. ആ, ഈ സൈഡ് കറക്റ്റ് ആവണം. ഫോൾഡ് ചെയ്ത്, ആ എല്ലാവരും ഫോൾഡ് ചെയ്ത്. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ഇതിനെ ഒരു സ്ക്വയർ പേപ്പർ ആയിട്ട് കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഈ ഭാഗമല്ലേ, ഇവിടെ കുറച്ച് എക്സസ് വരുന്നില്ലേ, ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയണം. നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം? സ്കെയിൽ വെച്ചിട്ട് ആ എക്സസ് വരുന്ന ഭാഗമല്ലേ, അതിങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. കണ്ടോ? എക്സസ് വരുന്ന ഭാഗം മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കണം. Finish. അപ്പൊ ഇങ്ങനെ കിട്ടും. ആ, ഈ മോളെ പേരെന്തേനു? Ma'am, finish. പേരെന്താ? ആ, പറഞ്ഞ മോളെ തന്നെയാ. Aisha Selva. ഐഷ. ഐഷ, ഞാൻ പേര് മറക്കുന്നോണ്ടാ ചോദിക്കുന്നത് കേട്ടോ, നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലേ. ആ, ഐഷയാണ് ആദ്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് അല്ലെ, ഫസ്റ്റ് ചെയ്ത്. നിങ്ങൾ നല്ല മത്സരം നടക്കുന്നുണ്ട് അല്ലെ. ആദ്യം വരെ ഫോൾഡ് ചെയ്തത് ഇസാനോ? ഇസാനല്ലേ മോന്റെ പേര്? പക്ഷെ കട്ട് ചെയ്തെടുത്തത് ആരാ? ഐഷ. ആ, വേറെ ഒരാളും കൂടെ ചെയ്ത്. ഇനി എത്ര പേര് ചെയ്ത്? മോളെ പേരെന്തേനു? റെഡ് കളർ ഡ്രസ് ഇട്ടെ. റെഡ് ബ്ലാക്ക് കൂടെ ചേർന്നൊരു ഡ്രസ് ഇട്ട മോളെ പേര് കട്ട് ചെയ്ത്. Sheza. Sheza Mariam. ഷേസയും കൂടെ ചെയ്തു. ഇപ്പൊ ചെയ്ത് അങ്ങനെ പിടിച്ചേ ചെയ്തവരൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് കാണണം. എന്നാലേ നമ്മള് ശരിക്കും ബട്ടർഫ്ലൈ ആവുള്ളൂ. ചെയ്തോ? എല്ലാവരും ചെയ്തല്ലോ. ഒരുമിച്ച് പോകാൻ വേണ്ടിട്ടാണ് എല്ലാരോടും ചെയ്തോ ചെയ്തോ ചോദിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് തുടങ്ങാം. കാണുന്നില്ലേ? ആ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് തിരിച്ച് ഇങ്ങനെ ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ലൈനിൽ വരണം. അതിലെന്ത് ചെയ്യണം? നമുക്ക് അങ്ങനെ മടക്കണം. ഓപ്പോസിറ്റിലോട്ട് ഇതാ ഇങ്ങനെ. Ma'am, finish. വെരി ഗുഡ്. Finish. Finish. നിങ്ങളെല്ലാം എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വെരി ഗുഡ്. Ma'am, finish. ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തു അല്ലേ. പിന്നെന്താ കാര്യം? ഇങ്ങനെ പിടിക്കും. അപ്പൊ ഇങ്ങനെയല്ല, തിരിച്ചിങ്ങനെ പിടിക്കും. ഇങ്ങനെ പൊങ്ങി കാണുന്നുണ്ട് ഈ 4 ലൈൻസും. ഉണ്ടാ മാങ്ങ പിടിച്ച പോലെ ഒന്ന് പിടിച്ച. ആ, വെരി ഗുഡ്. അങ്ങനെ തന്നെ. മോളുടെ പേരെന്തേനു? മാമിന്റെ മോന്റെ പേര്? ആരെയാണ് ഉദ്ദേശിച്ചത്? ഇങ്ങനെ പിടിച്ചെല്ലാരും. ഓക്കെ. ഈ 4 ലൈൻസ് കാണുന്നുണ്ടോ? Yes. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മള് ഈ ഇങ്ങനെ കാണുന്ന ലൈനില്ലേ, അത് രണ്ടെണ്ണം ചേർത്തിട്ട് പിടിക്കണം. അതായത് ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുഴിയാക്കി കൊടുത്താല് ഈ 2 കോർണറിലോട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റും നമുക്ക്. കണ്ടോ? ഇങ്ങനെ ഈ 2 കോർണറിലോട്ട് ചേർത്ത് പിടിക്കാം.
മാം കേൾക്കുന്നില്ല, സ്റ്റക്ക് ആയിക്കണ്. കേൾക്കുന്നില്ല? സജന കേൾക്കുന്നുണ്ടോ? വോയിസ് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ടോ? ഇതേമാതിരി ആ അതുപോലെ. ആ ഇനി രണ്ട് സൈഡ്. വെരി ഗുഡ്. ഇസാന വോയിസ് ക്ലിയർ വോയിസ് ക്ലിയർ അല്ല? അല്ല. തോന്നുന്നുണ്ട് കേട്ടോ, സൗണ്ട് കുറവാണ്. കുറവാ? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ ആയോ? കണ്ടിന്യൂ. ഹലോ കണ്ടിന്യൂ. മാം ഓക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തോ? ഇങ്ങനെ ഫോൾഡ് ചെയ്തോ? ഈ ഷേപ്പ് ചെയ്യാം. മാം വെരി ഗുഡ് വെരി ഗുഡ്. കിട്ടിയവരെല്ലാം ഇങ്ങനെ പിടിച്ചേ. മാം പറഞ്ഞോളൂ. മാം ഞാന് പകുതി മുക്കാലും മിസ്സായി. ആരെ വിളിക്കണ്ടായിരുന്നേ? ആ ഇനി ഇതിന്റെ റെക്കോർഡ് കിട്ടും, അപ്പൊ മോള് കണ്ടോളൂ. ആ ആ നമ്മൾ ഇത്ര ചെയ്തു. എന്നിട്ട് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്തു, തിരിച്ച് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇങ്ങോട്ട് പിടിച്ചു. ഇത്ര ചെയ്തിട്ടുള്ളൂ. ആ അതന്നെ. ഇങ്ങനെ പിടിച്ചില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇങ്ങനെ ഏറ്റവും സെന്ററിലോട്ട് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. കണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇത് കിട്ടിയോ? കിട്ടിയല്ലോ. കിട്ടിയവരൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചേ. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിൽ ചെറിയൊരു കേർവ് വരച്ചു കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ വരത്തില്ല. ഇവിടെ മാമിന് കേക്കാല്ല. ഷെഫിദ മാം വോയിസ് കേൾക്കുന്നില്ല കേട്ടോ.
ടീച്ചറൊക്കെ ഇപ്പൊ വരാം. ഞാൻ മൊബൈലിൽ ഓൺ ആക്കട്ടെ കേട്ടോ. ഇതിനകത്ത് വോയിസിന് എന്തോ പ്രശ്നം. ഓക്കെ മാം. അതെ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഹലോ, കാണില്ല. കേൾക്കുന്നുണ്ട്. വീഡിയോ ഓൺ ആക്കാം കേട്ടോ. ഓക്കെ ആയല്ലോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തു നമ്മളെല്ലാരും. ഇവിടെ ഒരു കർവ് ആക്കിയിട്ട് കണ്ടോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തില്ലേ, അത് ഇങ്ങനെ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയേ. ഓപ്പൺ ചെയ്ത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്പൺ ചെയ്തല്ലോ. ഓപ്പൺ ചെയ്തവരൊക്കെ ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ടാവും അല്ലെ? 2 ലീഫ് പോലെ ഉണ്ടാവും. ഈ സൈഡിലും ഉണ്ടാവും 2 ലീഫ് പോലെ അല്ലേ? കണ്ടോ? ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇതിലെ ഫ്രണ്ടിലെ ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ടിലെ ആ ലീഫ് അതിങ്ങനെ ഇവിടെ ഒരു ലൈന് കണ്ടില്ലേ നിങ്ങള്? ഈ ലൈനിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. മേലോട്ട് കണ്ടോ? ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. കണ്ടോ? ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഇവിടെ ഇനി മറ്റേ സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. കണ്ടോ? 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്? ഇത് ഇങ്ങനെ ആയിരുന്നു അല്ലേ? എന്നിട്ട് മുകളിലുള്ള ആ പെറ്റൽ എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. കണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ചെയ്തല്ലോ അല്ലേ? എല്ലാരും ചെയ്തോ? ചെയ്തോ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് മാറിപ്പോവല് ചിലപ്പോ ചെയ്യുമ്പോ ചിലപ്പൊക്കെ. ഇവിടെ ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഭാഗം കണ്ടോ? അതിന്റെ സെന്ററിലായിട്ട് ബാക്കിലേക്ക് കണ്ടോ? ഇല്ലേ? ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ. ഇനി ഇതിന്റെ രണ്ടിന്റെയും സെന്ററിലായിട്ട് ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും, ഒരു കൂർപ്പുള്ള ഒരു ഭാഗം കണ്ടോ? അത് കാണിച്ചേ. ആ ഭാഗം ഇങ്ങനെ ബാക്കോട്ട് കൊണ്ടുവരാം. പതുക്കെ ഇങ്ങനെ കൊണ്ടുവരണം. ബാക്കോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം? ഇങ്ങോട്ട് നോക്കണം. ഇപ്പൊ ചെയ്യണ്ട. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടേക്ക് എത്തണം. ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട, മാം ചെയ്യുന്നത് നോക്കുക. എന്താ നമ്മൾ ചെയ്ത്? ഈ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ബാക്കോട്ട്. അപ്പൊ നമ്മൾ കയ്യിൽ ഇവിടെ ഇങ്ങനെ തള്ളി കൊടുക്കണം. ഇങ്ങനെ തള്ളി എന്ത് ചെയ്യണോ? ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങനെയല്ലേ ഇത് നിൽക്കുന്നത്? ഇവിടേക്കാ കൊണ്ടുവരണം കേട്ടോ. ഇങ്ങനെ കൊടുന്ന് ഇതാ ഇവിടെ കൊണ്ടെത്തിക്കണം. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? വെരി ഗുഡ്. എന്തേലും പേര്? ഇസാനോ? ബ്ലൂ ടീഷർട്ട് ഇട്ട ആളെ പേരെന്താ? ഇസാൻ. വെരി ഗുഡ്. ഇസാൻ ആദ്യം ചെയ്ത്.
ഉണ്ടോ? ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ബട്ടർഫ്ലൈന്റെ ഷേപ്പ് ഇങ്ങോട്ട് വരിക. സെന്ററിലില്ലേ, സെന്ററിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. നോക്ക്, ഇവിടെ നോക്ക്. ആ വെരി ഗുഡ്. ഇനി സെന്ററിൽ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഇവിടെ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഗം ഇടാം. ഒന്നുകിൽ ഗം ഇടാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റാപ്പിൾ ചെയ്യാം. മാം ഒന്നും ചെയ്തില്ല, പക്ഷെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നന്നായിട്ട് ഫോൾഡ് ചെയ്താൽ ഇങ്ങനെ നിൽക്കും, ഒന്നും ചെയ്യാണ്ട് തന്നെ നിൽക്കും. കണ്ടോ? ചെയ്തവരൊക്കെ ഒന്ന് കാണിക്ക്, ബട്ടർഫ്ലൈയെ കിട്ടിയവരൊക്കെ. ആ വെരി ഗുഡ്, വെരി ഗുഡ്. ചെയ്തവര് പറഞ്ഞേ, പേര് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞേ. ഇസാൻ ചെയ്തു, അതുപോലെ ആരെങ്കിലും പറഞ്ഞു? ജാസിമ ചെയ്തു, വെരി ഗുഡ്. ഫാത്തിമ ചെയ്തു. ഫാത്തിമ ചെയ്തു, ഫാത്തിമ വെരി ഗുഡ്. ഫാത്തിമ ചെയ്തു. വേറെ ആരൊക്കെയാ ചെയ്ത്? ഇസാൻ ചെയ്തു, ഫാത്തിമ ചെയ്തു. പേര് പറഞ്ഞേ, ചെയ്തവരൊക്കെ പേര് പറഞ്ഞേ, എങ്ങനെ കാണിച്ചിട്ട്. ആ പേര് പേര് കേട്ടില്ല. റെഡിയായി. പേര് മനസ്സിലായില്ലടാ. ഓക്കെ, ഫിർദൗസ്. ഫിർദൗസ് ചെയ്ത് അല്ലേ? കാണിച്ചേ, എങ്ങനെ കാണിച്ചേ? കാണുന്നില്ല. ആ വെരി ഗുഡ്, വെരി ഗുഡ്. തിരിച്ചു പിടിക്ക്, തിരിച്ചു പിടിച്ചാലാണ് ബട്ടർഫ്ലൈന്റെ ഷേപ്പ് തോന്നുക. റെഡിയായില്ല. റെഡി ആയില്ല. ഇപ്പൊ ഏത് അവസ്ഥയിലുള്ളത്? പൊക്കി പിടിച്ചേ. ഐഷന്റെ അല്ലേ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞ്? ഐഷ, ഏത് ആ പേപ്പർ ചെയ്ത് എന്താന്ന് മാം ഒന്ന് കാണട്ടെ. പേപ്പർ ഇപ്പൊ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പൊക്കി പിടിക്കേ മനസ്സിലാവുള്ളൂ. ഇതെങ്ങനെയാണ്? അവിടെ നിക്കി. പൊക്കി പിടിച്ചേ ഐഷ. ആവാത്തവരൊക്കെ പൊക്കി പിടിച്ച് കാണിച്ചേ. വീഡിയോ നേരെ വെക്കണേ, എന്നാലേ കാണുള്ളൂ. ഈ ഫോണ് നേരെ വെച്ചാല്. റെഡി ആവാത്തവരൊന്ന് കാണിച്ചേ, പേപ്പർ കാണിച്ചേ. കാണുന്നില്ല. ആരാണ് ഉമ്മ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നത്? കുറച്ച് ക്ലിയർലി ഇരുന്നേ. ലൈറ്റ് ഇല്ല, മാമിന് മനസ്സിലാവുന്നില്ല എങ്ങനെയാന്നുള്ളത്. ആ അതെല്ലാം അൺഫോൾഡ് ചെയ്തോ? വെട്ടി കഴിഞ്ഞിട്ട് അൺഫോൾഡ് ചെയ്യരുത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പണിയൊക്കെ പിന്നെ ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ റെഡി ആവാത്തവര് റെക്കോർഡ് കണ്ടിട്ട് ചെയ്ത് നോക്കുക. മോള് എങ്ങനെയാ പേപ്പർ ഇരിക്കുന്നത് മനസ്സിലാകുന്നില്ലടാ, പറഞ്ഞു തരാന്. ആ ഓക്കെ ഓക്കെ. ഇനി ആ ഷാർപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, ഷാർപ്പുള്ള ഭാഗം പുറകോട്ട് കൊണ്ടുവരും. ഇങ്ങനെയല്ലേ ഇപ്പൊ ഇരിക്കുന്നത്? ഇപ്പൊ എങ്ങനെയാ ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ ഉള്ളത്? ആ ഇനി ഈ ഷാർപ്പുള്ള ഭാഗം ഉണ്ടല്ലോ ബാക്കിലുള്ളേ, അത് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെയാ നിൽക്കുന്നത്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് എത്തിക്കണം. കണ്ടോ? ഇവിടേക്ക് എത്തിക്കണം. ഇവിടേക്ക് എത്തിക്കാം. കണ്ടോ? ഇവിടെ എത്തിക്കണം. എന്നിട്ട് ഇങ്ങനെ സെന്ററിൽ ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോഴാണ് ഈ ഷേപ്പ് കിട്ടുന്നത്. ഈസിയാണ്. ആദ്യമായിട്ട് കാണുമ്പോ നമുക്ക് എന്തൊക്കെയോ ഉണ്ട് തോന്നുകയാണ്. ചെയ്തവരൊക്കെ ഒന്ന് കാണിച്ചേ. ചെയ്തവരൊക്കെ ഒന്ന് കാണിക്കണം. ആരൊക്കെയാ? 1 2 3 4 4 പേരെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവര് വീഡിയോ ഓൺ ആക്കാത്തത് എന്താ? എന്നാ നമുക്ക് അടുത്തത് നോക്കിയാലോ? ബട്ടർഫ്ലൈ ചെയ്തില്ലേ എല്ലാവരും? ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. റെഡി ആവാത്തവര് വിഷമിക്കണ്ട. റെക്കോർഡ് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം ചെയ്തു നോക്കാം. ഓക്കെ. നമുക്കിനി വേറെ എണ്ണം നോക്കിയാലോ?
ഓക്കെ. ഇത് കണ്ടായിരുന്നു നിങ്ങള് നനച്ച് ഇതുപോലെ വൈറ്റ് പേപ്പർ എടുക്കുക. എടുത്തോ? വൈറ്റ് പേപ്പർ എടുത്തോ? ആ ആ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നേരത്തെ നമ്മൾ സ്ക്വയർ ആക്കി എടുത്തില്ലേ? എങ്ങനെയാ സ്ക്വയർ ആക്കിയത്? ഈ കോർണറിന്ന് ഈ കോർണറിലോട്ട് ഇങ്ങനെ അല്ലേ? സ്ക്വയർ എളുപ്പമാർഗമാണിത്. കണ്ടോ? കോർണർക്ക് കോർണർ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യാം. മാം ഫിനിഷ് വെരി ഗുഡ്. ഇങ്ങനെ എന്നിട്ട് ഈ എക്സസ് വരുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് കൂടുതലായിട്ടും ചെയ്യാൻ പറ്റുക കേട്ടോ. കണ്ടോ? കിട്ടിയല്ലോ. ഇനി നമ്മളിതാ ഇതുപോലെ ചെയ്യാൻ പോകുന്നത്. കണ്ടോ? ഹൗസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാല് ഇങ്ങനെയല്ലേ ഇപ്പൊ പേപ്പർ ഇരിക്കുന്നത്? ഇത് നേരെ നേരെ മറ്റേ സൈഡിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. സെന്റർ ആയിട്ട് ഫോൾഡ് ചെയ്യില്ല, നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യും. എങ്ങനെ ഇങ്ങനെ കണ്ടോ? സെന്ററിന്ന് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യൂ അല്ലേ? കണ്ടോ? ആ, ചെയ്തവരൊക്കെ ഒന്ന് കാണിച്ചേ. ദാ. ആ, വെരി ഗുഡ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇവിടെ ഒരു ലൈന് വന്നില്ലേ ഇപ്പോ സെന്ററില്? ആ, ഇത്തരം ലൈനിലോട്ട് ശരിക്ക് കയക്കണേ. ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട, അപ്പൊ നിങ്ങൾ കണ്ടാ മതി. പറയുന്നത് ശ്രദ്ധിക്കണേ. ഈ ഭാഗം, രണ്ട് ഭാഗം കിട്ടിയില്ലേ? ഇവിടെ ഒരു ഭാഗം, ഇവിടെ ഒരു ഭാഗം അല്ലെ? റൈറ്റും ലെഫ്റ്റും കിട്ടി. ഇനി ഈ റൈറ്റ് സൈഡ് ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് ഈ സെന്ററിലോട്ട് ഫോൾഡ് ചെയ്യണം. ചെയ്തേ? കണ്ടോ? ആ, വെരി ഗുഡ്. ഡിസൈൻ ചെയ്തു. അതുപോലെ ലെഫ്റ്റ് സൈഡ് ഫോൾഡ് ചെയ്യാം സെന്ററിലോട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മളൊപ്പം പോവാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ആ, മറ്റേ സൈഡും രണ്ട് സൈഡും ഇങ്ങനെ ഇങ്ങനെ കിട്ടും. കണ്ടോ? ആ, ഫാത്തിമ ചെയ്തു. വെരി ഗുഡ്. പിന്നെ ആരാ? തീർത്ത ചെയ്ത്. ഇസാൻ ചെയ്തോ? മാം ചെയ്തു വെരി ഗുഡ്. ചെറുതൗത്ത് കാണിക്ക്. ആ, യെസ് യെസ്. ഇങ്ങനെ ഫോൾഡ് ചെയ്തില്ലേ? ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഇത് ഇങ്ങനെ ഇതുപോലെ എന്ത് ചെയ്യാം? ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്തോ? കണ്ടോ? ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്തേ. ചെയ്തു എല്ലാരും ചെയ്തവരൊക്കെ ഇങ്ങനെ പിടിച്ചേ. ഷെസാം ചെയ്തോ? ആ, ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാവരും ഏകദേശം ചെയ്തു അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതൊന്നും ഇങ്ങനെ നിർത്തുക. ഓപ്പൺ ചെയ്തോ? അപ്പൊ ഇങ്ങനെ ഒരു ലൈന് കാണും അല്ലെ? ഇനി നേരത്തെ ചെയ്ത പോലെ രണ്ട് ഭാഗം കിട്ടിയില്ലേ ഇപ്പൊ? അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ കിട്ടും അല്ലേ? ഇനി അപ്പർ പാർട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഈ സെന്ററിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. മുകളിലുള്ള ഭാഗല്ലേ? അങ്ങനെ ഫോൾഡ് ചെയ്യാം സെന്ററിലോട്ട്. അതുപോലെ ഡൗൺ സൈഡും സെന്ററിലോട്ട് ഫോൾഡ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. നിങ്ങളെല്ലാരും ഇങ്ങനെ പിടിച്ചേ. ഈ ഓപ്പൺ ഉള്ള ഭാഗം ഇങ്ങനെ പിടിച്ചേ. ഫോൾഡ് ചെയ്തൊക്കെ മാറ്റി ഇങ്ങനെ പിടിക്കും. ആ, ഇങ്ങനെ ഒരു ഭാഗമല്ലേ ഓപ്പണിങ് കാണാത്തൊരു ഭാഗം? ഒന്ന് ഓപ്പണിങ് കാണണം. ഓപ്പണിങ് കാണാത്തൊരു ഭാഗമല്ലേ? അങ്ങോട്ടേക്കാ ഫോൾഡ് ചെയ്യണ്ട കേട്ടോ.
അത് മാമിനോട് മാറിപ്പോയതാ. സോറിയേ. ഈ നടുക്ക് മടക്കാനാണ് നമ്മള് സെന്ററിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തില്ലേ, പിന്നെ ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്തില്ലേ, മാം ഈ നടുക്ക് കുത്തി ഈ ഭാഗത്തിനെ ഇങ്ങനെയാ ഫോൾഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ കാണണം. മാം ഇങ്ങനെ കാണുന്നുണ്ടോ? ആ നടുവിന്റെ അപ്പുറത്ത് മാം എന്നിട്ട് അത് രണ്ട് എന്നിട്ട് അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയോ? ആ എന്നിട്ട് നേരത്തെ ചെയ്തില്ലേ നമ്മള് ഈ ലൈൻ ഇട്ട് വീണ്ടും ഹാഫ് ആയിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോ രണ്ട് ഭാഗം കിട്ടും, അപ്പ് ആൻഡ് ഡൗൺ അല്ലേ? ഈ വരന്റെ ഇങ്ങോട്ട് ഇനി അപ്പർ സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്തു, കണ്ടോ? ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത്, കണ്ടോ? ആ അതുപോലെ താഴെ ഭാഗവും ഫോൾഡ് ചെയ്യാം. റിസ കീറല്ലേട്ടാ ചെയ്തോ? മാം ഫിനിഷ് മാം ഫിനിഷ് ആ അപ്പൊ ഇങ്ങനെ കാണണം. ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുമോ? ഇങ്ങനെയല്ലേ ചെയ്ത് ചെയ്തവർക്ക് കാണിച്ച ഫാത്തിമ ചെയ്തോ? ആ ചെയ്തു, വെരി ഗുഡ്. ഫാത്തിമന്റെ കൂടെയുള്ള ആളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാത്തിമയുടെ കൂടെ പേരെന്താ? അനിയത്തിയാ? ഇബ്രാഹിം ഇബ്രാഹിം. അനിയനാണ്. സോറി, എനിക്ക് മുഖം ശരിക്കും കാണുന്നില്ല. ഓക്കെ, ഇങ്ങനെ കണ്ടല്ലേ? ഇങ്ങനെ പിടിച്ചേ, പിടിച്ചോ? ആ ഇനി ശ്രദ്ധിക്കണം, അല്ലെ മാറിപ്പോവും. ഇങ്ങോട്ട് തന്നെ നോക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യണ്ട. കാണുന്നുണ്ടല്ലോ അല്ലെ? കണ്ടോ? ഓപ്പണിങ് കണ്ടോ? അതിനുള്ളിലൂടെ വെറുതെ നമ്മളൊരു പിന്നെ ഇൻഡെക്സ് ഫിംഗർ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇടുക. അപ്പൊ ചെയ്യണ്ട, കണ്ടാ മതി. ഇങ്ങനെ ഇടുക. അപ്പൊ അതിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാ, അതിങ്ങനെ പതുക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കുമ്പോ കണ്ടോ, ഇങ്ങനെ കിട്ടും, ട്രയാങ്കിൾ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഈ സൈഡ് എന്താ ചെയ്ത്, ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ ഉള്ളിലോട്ട് ഇട്ട് ഇങ്ങനെ അങ്ങ് തിരിച്ചു കൊണ്ടുവന്നു. എന്ത് ചെയ്തു? ഇങ്ങനെയാണുള്ളത് ഇപ്പൊ ഇങ്ങനെയാണുള്ളത്, കാണുന്നുണ്ടോ നിങ്ങക്ക്? ഇങ്ങനെയാണുള്ളത്. എന്നിട്ട് ഇൻഡെക്സ് ഫിംഗർ കിടത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. ആ ഇസാൻ ചെയ്ത്, വെരി ഗുഡ്, വെരി ഗുഡ്. കാണിക്ക് ഇസാൻ, പൊക്കി പിടിച്ചേ. നോക്ക്, ഇനി തിരിച്ചു പിടിക്ക്. ഇപ്പോഴാണ് വീടിന്റെ മനസ്സിലാവും അല്ലെ? ഫ്രണ്ടിലോട്ട് പിടിക്കുമ്പോ എങ്ങനെ കൈയിടുക? ഫാത്തിമ ചെയ്തു, ഇബ്രാഹിം ചെയ്തു, ഇസാൻ ചെയ്തു. വേറെ ആരൊക്കെ ചെയ്ത്? തീർത്ത ചെയ്തോ? ഷെസ ചെയ്തോ? ഫിർദൌസ്? ഞാനെനിക്ക് പേരറിയുന്നവരെയൊക്കെ വിളിക്കുന്ന കേട്ടോ. ബാക്കിയുള്ളവർ പറയണം ഞങ്ങൾ ചെയ്തു എന്ന്, ചെയ്തിട്ടുണ്ടെങ്കിൽ. ഫിർദൌസ് ചെയ്ത്, വെരി ഗുഡ്. ചെയ്തവരൊക്കെ ഇങ്ങനെ പിടിച്ചേ, വെരി ഗുഡ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് വീടാവുമ്പോ എന്ത് വേണം? ഡോറ് വേണം, വിൻഡോ ഒക്കെ വേണം അല്ലെ? വേഗം ഒന്ന് വരച്ചേ. ഇവിടെ ഒരു ഡോറ് വരയ്ക്കുക, ഫ്രണ്ടില് രണ്ട് സൈഡിലും ഓരോ വിൻഡോ വരയ്ക്കുക അല്ലെ? വിൻഡോസ് ചെയ്തേ, വേഗം ചെയ്തേ. ആരാദ്യം ചെയ്ത് നോക്കട്ടെ? ഡോർ വെച്ചേ ചെയ്തോ? മാം ഫിനിഷ് പൊക്കി പിടിച്ചേ. ആ ഇസാൻ ചെയ്ത്. ഇവിടെ ആരാ പേര് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. രണ്ടുപേര് ബ്ലാക്ക് കളർ കൊണ്ട് ചെയ്ത്. മാം ഷെസ മറിയം ഷെസ ചെയ്തു, തീർത്ത ചെയ്തില്ല. മക്കളുടെ പേര് സ്പെക്സ് വെച്ചിട്ടൊക്കെ ഉള്ള ഒരാളുണ്ടല്ലോ, ബ്ലൂ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടുള്ള. നിങ്ങളെ പേരെന്താ? പേര് പറഞ്ഞില്ലല്ലോ. രശ്മിയ.
ആണോ പറഞ്ഞേ? രശ്മി എന്നാണോ പറഞ്ഞേ? പറഞ്ഞ കേൾക്കുന്നില്ല പറയുന്നത്. ലക്ഷ്മി. എന്താ? പ്രിയ. ഈശയും ലക്ഷ്മിയും ചെയ്തു. തീർത്ഥ ചെയ്തോ? ചെയ്തോ? ഫാത്തിമ ചെയ്ത്. ഫിർദൗസ് എവിടെ ചെയ്തു? കുറച്ച് ഫിർദൗസ് വിൻഡോ ഡോർ ഷെസ കാണിച്ചേ. തീർത്ഥ ചെയ്തോ മോളെ? യാസീൻ ചെയ്തു. യാസീൻ ചെയ്തു. ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ ചെയ്തു. നോക്കട്ടെ. അടിപൊളി അടിപൊളി. ഈ മറ്റേ സൈഡിലും പേർക്ക് ഒരു വിൻഡോ ഉള്ളൂ. അല്ല, ഇവിടെയും കണ്ടോ? മാം ചെയ്ത് കാണുന്നുണ്ടോ? ഈ സൈഡും വേണ്ടേ? വിൻഡോസ് വേണ്ടേ? അപ്പോഴല്ലേ മൊഞ്ചാവുള്ളൂ വീട്. ഒന്നും കൂടെ മൊഞ്ചാവുള്ളൂ. രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ഉണ്ടോ? എനിക്ക് കാണാത്തോണ്ടല്ലേ. ഓക്കെ. ഹൗസ് ഉണ്ടാക്കാൻ പഠിച്ചോ? ഒറ്റയ്ക്ക് ചെയ്യുവോ? ഒറ്റ തവണ ഉണ്ടാക്കിയപ്പോഴേക്കും പഠിച്ചു. ഭയങ്കര സ്മാർട്ടാണല്ലോ. ഒറ്റ തവണ ചെയ്തപ്പോഴേക്കും പഠിച്ചു അല്ലേ? അടിപൊളി. നമുക്ക് വേറെ ഒരെണ്ണം ഉണ്ടാക്കിയാലോ എന്നാ? എല്ലാവരും പിടിച്ചേ. ഇങ്ങനെ പിടിച്ചേ. വെരി ഗുഡ് വെരി ഗുഡ്. അടിപൊളി. ഇനി ഇത് പിടിച്ചേ. ബട്ടർഫ്ലൈയും കൂടെ പിടിച്ചേ. ബട്ടർഫ്ലൈയും കൂടെ പിടിച്ചേ. തിരിച്ചു പിടിക്കടാ നിഹില. ഇങ്ങനെയല്ലേ പിടിക്കുക? തിരിച്ചു പിടിക്കും. ബട്ടർഫ്ലൈന് ചിറകു തല തിരിഞ്ഞിട്ടാണുള്ളത്. ബട്ടർഫ്ലൈയും കൂടെ ചേർത്തൊന്ന് പിടിച്ചേ. അടിപൊളി. ഫാത്തിമ എവിടെയാ? ബട്ടർഫ്ലൈ എവിടെയാ? അടിപൊളി അടിപൊളി. ഇബ്രാഹിം എവിടെ? ഇബ്രാഹിമിന്റെ ബട്ടർഫ്ലൈ ശരിയായില്ല. അത് കുഴപ്പമില്ല. ഫാത്തിമ പഠിപ്പിച്ചാ മതി. കേട്ടോ? ഓക്കെ. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറെ ഒരെണ്ണം നോക്കിയാലോ? മാം, ഞാനില്ലേ ബട്ടർഫ്ലൈ ഉണ്ടാക്കുമ്പോ ഇത് ഉണ്ടാക്കി അറിയാതെ. അതങ്ങനെ ആയിപ്പോയി. അത് നീ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊരു ഫ്ലവർ ആക്കാലോ അല്ലേ? സ്റ്റാർ ആയിട്ടാ തോന്നുന്നു. സ്റ്റാർ ആയിട്ടും ചെയ്യാം അല്ലേ? ഇനി നമുക്ക് വേറെ ഒരെണ്ണം ചെയ്യാം. റെഡി? ഫിഷ് ചെയ്തല്ലോ. ഓക്കെ. ഇതുപോലെ തന്നെ സ്ക്വയർ ആയിട്ട് ഇനി എങ്ങനെ കട്ട് ചെയ്യാന്ന് ഞാൻ പറയൂല. നിങ്ങളൊന്ന് കട്ട് ചെയ്തേ. ആരൊക്കെ ചെയ്യുന്ന നോക്കട്ടെ. ശരി. ഈ തലത്തിൽ അങ്ങനല്ല മോളെ. ഇത് ഇങ്ങോട്ട് എത്തണം. ഇങ്ങോട്ട് ഈ തലത്തിലൊക്കെ എത്തണം. അപ്പാണ് സ്ക്വയറായിട്ട് വരുന്നത്. ബാക്കിയുള്ള ഭാഗം മുക്കി അവിടെ മടക്കിയാണ്ട് സ്ക്വയർ ആക്കി എടുത്തോ? ഇനി ബട്ടർഫ്ലൈ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പഠിച്ചവരില്ലേ?
അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു ഫോൾഡ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും പേപ്പറിൽ അല്ലേ? ഇല്ലേ? ഇല്ലേ? ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ ചെയ്ത പോലെ തന്നെ തിരിച്ചും ഫോൾഡ് ചെയ്യാം. നേരെ ഇങ്ങോട്ട് കേട്ടോ? ഇങ്ങോട്ട് ഇങ്ങോട്ടോ. ഇങ്ങനല്ലേ മടക്കിയത്? ഈ അറ്റും ഈ അറ്റും ചെയ്തില്ലേ? എങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ കിട്ടും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബട്ടർഫ്ലൈ ചെയ്തില്ലേ? അതുപോലെ തന്നെ കിട്ടിയില്ലേ? യെസ് ഇതിനെ സെക്കൻഡ് വെയിറ്റ് ചെയ്യോ? എങ്ങനെയാ? ഒന്നല്ലേ ടീച്ചറെ? ഇങ്ങനെ പിടിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ പിടിച്ചു അല്ലേ? ഇങ്ങനെ ട്രയാങ്കിൾ ആക്കിയില്ലേ? അങ്ങനെ ചെയ്തെല്ലാരും? ചെയ്തവരൊക്കെ ഒന്ന് കാണിക്ക്. ആ ഫാത്തിമ ചെയ്തു, ചെയ്തു, ഷേസ ചെയ്തു, ഇസാൻ, നിഹ്ല, തീർത്ത ചെയ്തോ? ഷാഹിദ എന്നുള്ള പേര് കേറിയ ആളെ പേരെന്തേനും ഞാൻ മറന്നുപോയി. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഐഷ സെൽവ. സോറി മറന്നു പോകാം. ഐഷ ചെയ്തു. ഇങ്ങനെ കിട്ടിയില്ലേ? ആ ഇനി എന്താന്ന് വെച്ചാല് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഈസി ആയിട്ട് ബട്ടർഫ്ലൈ ആക്കാം അല്ലേ? പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്ന ബട്ടർഫ്ലൈ അല്ല. ബട്ടർഫ്ലൈ ചെയ്തതിനേക്കാളും ഈസിയാണ് ഫിഷ് ഉണ്ടാക്കാൻ കേട്ടോ. ഇങ്ങനെ രണ്ട് ഭാഗമില്ലേ ഇവിടെ? ഈ സൈഡിലുണ്ടാവും അങ്ങനെ അല്ലേ? തീർത്ത എവിടെ എത്തിയില്ല? ഇങ്ങനെ ആക്കിയിട്ട് എങ്ങനെയാ? തീർത്ത സ്ക്വയർ കട്ട് ചെയ്തോ? ഇനി തിരിച്ചു ഫോൾഡ് ചെയ്യണം. ഒറ്റ സെക്കൻഡ്, തീർത്തൊക്കെ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെ ഫോൾഡ് ചെയ്തല്ലേ തീർത്ത? ഇനി തിരിച്ചും ഫോൾഡ് ചെയ്തേ. ഇങ്ങനെ ഫോൾഡ് ചെയ്തേ മറ്റേ സൈഡ്. അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തേ. ഫോൾഡ് ചെയ്തോ? ഇനി പേപ്പർ കാണിച്ചേ. പേപ്പർ ഇങ്ങനെ പിടിച്ചേ. കാണുന്നില്ലടാ. ഇങ്ങനെ പിടിച്ചേ. ഇനി നമ്മൾ ഇവിടെ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റും. ഇവിടെ കാണുന്നില്ലേ 4 വരകള്, 4 മടക്കുകൾ കാണുന്നില്ലേ? അതിങ്ങനെ പിടിക്കുക. രണ്ടെണ്ണം ഇങ്ങനെ പിടിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ കിട്ടും. പിന്നെ ബാക്കി രണ്ടെണ്ണം കൂടെ പിടിക്കുമ്പോ ഇങ്ങനെ ആവും. അത് തന്നെ. വെരി ഗുഡ്. ഈ ഷേപ്പിൽ കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ടത്തെ ഇവിടെ രണ്ടെണ്ണല്ലേ? ഇവിടെ ഉണ്ട്. ഫ്രണ്ടത്തെ ഭാഗം എടുത്തിട്ട് നമ്മൾ ഇവിടെ കഴിഞ്ഞില്ലേ സെന്ററിലേക്ക് മടക്കിയ പറഞ്ഞോ ഷെസ. എങ്ങനെ ഇതിങ്ങനെ മടക്ക? 4 ഭാഗമായിട്ട് കിട്ടൂലേ? എന്നിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ ചെയ്തില്ലേ എങ്ങനെ ട്രയാങ്കിൾ ആക്കിയിട്ട്? ഇങ്ങനെ ചെയ്തില്ലേ? ബട്ടർഫ്ലൈ ഉണ്ടാക്കുമ്പോ ആദ്യം ഇങ്ങനെയല്ലേ നമ്മൾ പിടിക്കുക? പിടിച്ചേ. ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യൂലേ? പൊക്കി പിടിച്ചേ ഷെസ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതൊരു ഭാഗം ഉള്ളിലോട്ട് വരണം. അപ്പോഴാണ് ഇങ്ങനെ ട്രയാങ്കിൾ ആവുള്ളൂ. ഇവിടെ കൈ ഇങ്ങനെ ആക്ക്. കൈ ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ പിടിക്കണം. അവിടെ ഒരു കുഴിയാക്ക്. അപ്പോഴാണ് ഇങ്ങനെ പിടിക്കാൻ കിട്ടുക. മറ്റേ ഭാഗവും യെസ് അങ്ങനെ തന്നെ. ഇപ്പൊ കിട്ടിയല്ലോ. ഇനി എന്തെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഇനി സെന്ററിലോട്ട് മടക്ക്. ഇങ്ങനെ മടക്കിയില്ലേ? അങ്ങനെ മടക്കിയോ? ഫിർദൗസ് ചെയ്തോ?
കാണിച്ചേ. തീർത്ത, ഐഷ, ഫാത്തിമ ചെയ്തോ? നിഹില, നിഹില ചെയ്തു. ഓക്കെ, ഇങ്ങനെ പിടിച്ചെല്ലാരും. ചെയ്തവരൊക്കെ ഇങ്ങനെ പിടിച്ചു. ഇനി ഇത് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇവിടെ ഉണ്ടാവും, ഇവിടെ രണ്ടെണ്ണം ഉണ്ടാവും. കണ്ടോ? കാണുന്നുണ്ടോ? എല്ലാരും ചെയ്തില്ലേ? ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഫ്രണ്ടിലുള്ള ഭാഗമല്ലേ അത് ഇങ്ങനെ മടക്കുക. നമുക്ക് ഈ സെന്ററിലോട്ട് കണ്ടോ, ഇങ്ങനെയുള്ളത് സെന്ററിലോട്ട് ഞാൻ കാണാൻ വേണ്ടി മാർക്കർ കൊണ്ടൊന്ന് വരച്ചിടാം കേട്ടോ. ലൈന് കുറച്ചും കൂടെ ഈസി. നമ്മൾ ഫോൾഡ് ചെയ്ത ലൈൻ ഇതാണ്, കണ്ടോ? ഇനി അവിടോട്ട് ഇങ്ങനെ വരണം, കറക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ലേ ഇപ്പൊ നിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട, അപ്പൊ ഇങ്ങോട്ട് കണ്ടാ മതി, എന്നാലേ ചെയ്യാൻ അറിയുള്ളൂ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഭാഗമല്ലേ ഇതെടുത്തിട്ട് സെന്ററിലോട്ട് ഇങ്ങനെ പൊള്ളിതേ. ചെയ്തോ? ചെയ്തവരൊക്കെ കാണിക്ക്. ആയിഷ ചെയ്തു, ഫാത്തിമ, ഇബ്രാഹിം, തീർത്ത. പേര് പറഞ്ഞേ ചെയ്തവരൊക്കെ. ഫിർദൗസ് ചെയ്ത്. ഞാൻ പേര് പറയാത്തവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം ഞാൻ ചെയ്തുന്ന്. ഇസാൻ ചെയ്തോ? ഞാൻ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്തില്ലേ? അതുപോലെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ആക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഇങ്ങോട്ട്. കാണുന്നുണ്ടോ? ഇങ്ങനെ ചെയ്തോ? ആരാധി ഫാത്തിമ ചെയ്തോ? ഫാത്തിമ കാണിക്ക്. ചെയ്തോ? ആയിഷ ചെയ്തു, ഫാത്തിമ ചെയ്തു, ഇബ്രാഹിം ചെയ്തു, ഷെസ ചെയ്തോ? ഫിർദൗസ് ചെയ്തു. ഫിർദൗസ് ഫോൾഡിങ് കറക്റ്റ് ആവണം, ഒന്നൊന്നിന് മേലെ പോകരുത്. തീർത്ത ഓക്കെ ഓക്കെ, തീർത്ഥം ചെയ്തു. നിഹില ചെയ്തോ? ഷെഫീല എന്ന് പറഞ്ഞ പേര് കയറിയതാരാ? മോളെ പേരെന്താ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ആയിഷ ജനഹ. കുറച്ച് ആവശ്യം വരുന്നില്ലേ? ചെയ്തല്ലോ അല്ലേ? ഇനി നമ്മളിത് തിരിച്ചു പിടിക്കുന്നതോട് കൂടിയിട്ട് ഇത് ഫിഷ് ആവാൻ പോവാണ്. തിരിച്ചു പിടിച്ചേ. ഇങ്ങനെ പിടിച്ചോ? ഇവിടെ കണ്ണ് വരച്ചു കൊടുക്കണം. കണ്ടോ? ഇവിടെ നമുക്ക് കാണുന്നുണ്ടോ? കണ്ടോ? ഫാത്തിമ ചെയ്ത്. കണ്ടോ? ടീച്ചറെ ഞാൻ ചെയ്തു. ചെയ്തവരൊന്ന് പിടിച്ചേ. എങ്ങനെ പിടിച്ചേ? എത്ര പേര് ചെയ്തു? ഓൾമോസ്റ്റ് എല്ലാരും ചെയ്തു അല്ലേ? വീഡിയോ ഓണാക്കി കുറേ പേരുണ്ട്, അവരുടെ അവസ്ഥ എനിക്ക് അറിയില്ല എന്താന്നുള്ളത്. വെരി ഗുഡ്. യാസീൻ ചെയ്തു, ആയിഷ ചെയ്തു, തീർത്ത ചെയ്തു, ഇസാൻ ചെയ്തു. പിന്നെ 2 ആയിഷമാരുണ്ട്. ഒരു ആയിഷ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണ? ആയിഷ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിർദൗസ് ചെയ്തു, നിഹില ചെയ്തു, ഇബ്രാഹിം, ഫാത്തിമ ഒക്കെ ചെയ്തില്ലേ? വളരെ സ്മാർട്ട് ആണല്ലോ. ഞാൻ വിചാരിച്ച പോലല്ല, ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അല്ലേ? ഇനി ചെയ്ത സംഗതികളൊക്കെ ഒന്ന് പിടിച്ചേ. പിന്നെന്താ ഉണ്ടാക്കിയത്? ബട്ടർഫ്ലൈ ഉണ്ടാക്കിയില്ലേ? വീട് എവിടെ? ബട്ടർഫ്ലൈ
ബട്ടർഫ്ലൈ നിന്നോട് വലിയ പേപ്പർ എടുക്കാൻ പറഞ്ഞില്ല പിടിച്ചേ. നമ്മുടെ കൃഷ്ണത്തിൽ വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെല്ലാം ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ചെയ്യാം. വെരി ഗുഡ്. ഫാത്തിമ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഫാത്തിമ ഒറ്റയ്ക്ക് ചെയ്യും. വേറെ ആരാ ചെയ്യാം? ഫാത്തിമ ചെയ്യുന്നതോടുകൂടി ഇബ്രാഹിമും കൂടെ ചെയ്യും. വെരി ഗുഡ്. പിന്നെ ആരാ ചെയ്യാം? പഠിച്ചോ? ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു? ചെയ്യാൻ പഠിച്ചോ? ഫിർദൗസ് പഠിച്ചോ? ഒറ്റയ്ക്ക് ചെയ്യോ? ഇതാണല്ലേ പേര്? വെരി ഗുഡ്. ഞാൻ അതേ പഠിച്ചത്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണ്ടല്ലോ അല്ലെ? എല്ലാരും ഷെയറാ. ഇനി നമുക്ക് ചെറിയൊരു പൂവും കൂടെ പഠിച്ചാലോ? അല്ലേ? അതിന് നമ്മള് ഓക്കെ ചെറിയൊരു പേപ്പർ എടുക്കണം. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ചെറിയൊരു പേപ്പർ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചെറിയൊരു പേപ്പർ എടുക്കാം. ഷെസ അത് അവിടെ വെച്ചിട്ട് ചെറിയ പേപ്പർ എടുക്ക്. സ്ക്വയർ ആണ് കേട്ടോ അത്. ഇങ്ങനെയുള്ള പേപ്പറിന് സ്ക്വയർ ആക്കി എങ്ങനെയാ? ഇതേപോലെ കോർണർ ടു കോർണർ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക അല്ലെ? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാ. കുറച്ച് കോർണർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ എക്സസ് വരുന്ന ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കളയും. യാസീൻ ചെയ്തതൊക്കെ യാസീനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്ക്വയർ പേപ്പർ എടുത്തവരെല്ലാരും ഇങ്ങനെ പിടിച്ചേ. ആരൊക്കെ എടുത്തു അറിയാൻ വേണ്ടിട്ടാ. എടുത്തു. ലക്ഷ്മി അല്ല ഇച്ചയാണ് അല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം വെച്ചാല് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. മാനം കെട്ട് വർത്താനം പറയട്ടെ. നോക്കട്ടെ. അവിടെ ഉമ്മാനായിട്ട് തർക്കിക്കുന്നുണ്ട്. ആരേനും മാമിനെ കാണിക്ക്, പറഞ്ഞുതരാം. പിടിച്ചോ? ഇനി എന്ത് ചെയ്യാം? ഒന്നുകൂടെ സെന്ററിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഒന്നും കൂടെ ചെറിയ ട്രയാങ്കിൾ കണ്ടോ? നല്ല ചെയ്തല്ലേ? ഒന്നുകൂടെ ചെറുത് കണ്ടോ? കൊള്ളിതാ? വെരി ഗുഡ്. വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കിക്കോ. ശേഷം പിന്നെ ചെറുതാക്കുക. അത് വലുതാ. ഈ സെന്ററിലോട്ട് ഇത്ര ചെറുതാക്കി.
ചെറുതാക്കിയോ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചെറിയൊരു പെറ്റലാക്കാൻ പോവാണ് ഇതിന്. ഇങ്ങനെയല്ലേ ഇപ്പൊ നിക്കുന്നത്? ഇങ്ങനെ വരച്ചു കൊടുത്തു. കണ്ടോ? കണ്ടോ എല്ലാരും? ഇങ്ങനെ വരച്ചേ. കണ്ടു. ചെയ്തോ? സൈഡിലാണോ ഇത് വരയ്ക്കേണ്ടത്? ഒരു സെക്കൻഡേ. ഈ ഫോൾഡിങ് ഉണ്ടല്ലോ, കാണുന്നില്ല ഇവിടെ? ഇവിടെയും ഫോൾഡിങ് കാണും. അങ്ങനെ ഇതിന്റെ സെൻസ് കേട്ടോ. ഒന്നുകൂടെ കാണിക്കാവോ? ഇങ്ങനെയല്ല, ഇവിടെ ഇത് കണ്ടോ, മടക്കുകളാണ് ഇവിടെയൊക്കെ. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഭാഗമാണ്, അവിടെ വരയ്ക്കാം. തെറ്റിയാൽ കുഴപ്പമില്ല, നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. എന്നിട്ട് ആ വരച്ച ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയേ. ചെയ്ത് നോക്കിയോ? കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ഒന്ന് നിർത്തി നോക്കിയേ. അത് ഓപ്പൺ ചെയ്യ്. ഇങ്ങനെ കിട്ടിയോ? ഇസാന് ഇത് ചെയ്താണോ അതോ വേറെന്തേ ചെയ്താണോ? ചെയ്തപ്പോ ഇങ്ങനെ ആയിപ്പോയതാ? കുഴപ്പമില്ല, നമുക്ക് ഒരു വട്ടം കൂടെ ചെയ്ത് നോക്കാം. അതാ ഞാൻ പറഞ്ഞ, ഫോൾഡിങ്ങില്ല ഭാഗത്ത് കട്ട് ചെയ്തില്ലെങ്കിൽ ഞാനും ആദ്യം ചെയ്തത് പോയി. ഫോൾഡിംഗ് ഉള്ള ഭാഗത്താണ് വരയ്ക്കേണ്ടത് കേട്ടോ. ആ, ഈ ഷേപ്പ് കിട്ടണം. ഇനി എന്ത് ചെയ്യണം എന്നറിയാലോ, ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പെറ്റല് പോലെ കാണുന്നുണ്ട്, കണ്ടോ? ഇങ്ങനെ മടക്കുകൾ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും വരകൾ കാണുന്നില്ലേ? അവിടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായി. ആ, ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. ഇതാണ് ഉപടകളൊക്കെ ഉണ്ടാക്കി വെച്ചിട് അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ട് ചെയ്താൽ മതി, കണ്ടോ? ഇത്തിരി ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു ഭാഗം കുറച്ച് അധികം കട്ട് ചെയ്തിട്ട് ഒരു പെറ്റലങ്ങ് കളയണം നമ്മുടെ ഇതിൽ. കണ്ടോ? ഒരു പെറ്റലേ എടുത്ത് മാറ്റണം. കണ്ടോ കണ്ടോ? കാണുന്നുണ്ടോ? ഈ പെറ്റൽ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പോവാ കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു ഒരു പെറ്റല്. അപ്പൊ ഇങ്ങനെയാ നിക്കുക. ആ, ഇസാൻ അങ്ങനെ തന്നെയാണ്. എല്ലാ ഭാഗവും കട്ട് ചെയ്യും, എല്ലാ ഭാഗത്തും കട്ട് ചെയ്യും. ഇങ്ങനെ ബാക്കിയുള്ള ഭാഗം കൂടെ ഇങ്ങനെ കട്ട് ചെയ്യും. പെറ്റലിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ടാ. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തില്ലേ?
ആ ഇവിടെ ഓക്കെ ഇങ്ങനെ നമ്മള് ഗം വെച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് അപ്പൊ ഇങ്ങനെ കിട്ടും ചെറിയൊരു ഫ്ലവർ ആയിട്ട്. ഗം അപ്ലൈ ഇങ്ങനെ വെക്കാം. അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഫ്ലവർ കിട്ടും. കാണുന്നുണ്ടോ ഫാത്തിമ? ഉണ്ടോ? ആ അടിപൊളി അടിപൊളി. ഇനി എന്ത് ചെയ്യണം? ഒരു ഫ്ലവർ പെറ്റൽ നമ്മളൊന്ന് ഷേപ്പ് ചെയ്യണം അല്ലെ? ഷേപ്പ് കണ്ടോ? ഇനി ഷേപ്പ് ചെയ്യാനായിട്ട് പെന്നോ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് പെറ്റൽ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങോട്ട് പിറകോട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. പതുക്കെ പതുക്കെ വലിക്കണേ. എല്ലാ പെറ്റലും ഒന്നിട്ടേ ഇങ്ങോട്ട് ബാക്കോട്ടൊന്ന് ഇങ്ങനെ തള്ളി കൊടുക്കുക. പതുക്കെ ചെയ്താൽ മതി കേട്ടോ. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ നിൽക്കും. ശരിക്കും ഒരു ഫ്ലവർ മാതിരി നിൽക്കും. കണ്ടോ? ചെയ്തപ്പോ ഒരു ലവ് പോലെ ആ തിരിച്ചാ ഓപ്പൺ ആക്കി നോക്ക്. ആദ്യം ചെയ്തപ്പോ ലവ് ആയിരുന്നു, പിന്നെ പൂ കിട്ടി. ആ ഇനി ആ പൂവിന്റെ ഇതളുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും. എന്നിട്ട് ഒരു പെറ്റലയിന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് പിറകോട്ട് ഇങ്ങനെ ചെയ്യാ. തീർത്താ കുഴപ്പമില്ല. അതെന്താന്നറിയോ? ഫോൾഡിങ് പിന്നെ മടക്കില്ലാത്ത ഭാഗത്ത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ആ ഫാത്തിമ ചെയ്തവരൊക്കെ ഇങ്ങനെ പിടിച്ച്. നിഹില ഷേപ്പ് കിട്ടിയില്ലല്ലോടാ. മടക്കുന്നിടത്ത് എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിച്ച്. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ച സംഗതികളൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്തു. ഏറ്റവും ഈസി അല്ലേ എന്ന് വിചാരിച്ചതിലാണ് ഇപ്പൊ നിങ്ങൾ പെട്ടിരിക്കുന്നത് അല്ലെ? ചിലരെങ്കിലും. ആ ഷെസ ഓക്കെ ഓക്കെ. ഷെസ ഇന്ന് ഒരു പെറ്റൽ എടുത്തിട്ട് മാറ്റടാ. ഒരു പെറ്റൽ കട്ട് ചെയ്തിട്ട് മാറ്റ്. എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഇവിടെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം? ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. നല്ല കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യണം. ആ അടിപൊളിയായിട്ടുണ്ട് ഈസാൻ. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ബീഡൊക്കെ അല്ലേ, ചെറിയ ബീഡ്സ് അല്ലേ, ചെറിയ മുത്തുകള്, അതൊക്കെ വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സ്പോഞ്ച് ബോൾസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ളത് ഇവിടെ ഫ്രണ്ടിലൊക്കെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. ഞാനത് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഇതിലിങ്ങനെ നിറയെ പിന്നെ ഫ്ലവേഴ്സ് ഇങ്ങനെ വെക്കാം, ചുറ്റും വെക്കണം. അത് ചെയ്യാൻ നമുക്കിപ്പോ സമയമല്ല. ഞാൻ ഐഡിയ പറഞ്ഞുതരാം. അങ്ങനെ ഒരു പിന്നെ കാർഡ്ബോർഡിന്റെ ചെറിയ പീസാ, അങ്ങനെ റൗണ്ട് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതുപോലെ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. കാണുന്നുണ്ടോ? ഇതിപ്പോ നിങ്ങൾ ചെയ്യണ്ട, സമയമല്ല, കണ്ടാ മതി. എന്നിട്ട് എന്ത് ചെയ്യാം? ആ ഓക്കെ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? ഇതൊരു ഐഡിയ പറയാണേ. എന്നിട്ട് ഇങ്ങനെ നിറയെ വെട്ടിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ആക്കുക, ഫില്ല് ചെയ്യാം. ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. പീസ് കട്ട് ചെയ്ത് കണ്ടില്ലേ? കണ്ടോ? ആ ഇങ്ങനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനിടയ്ക്ക് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ വെക്കണം. ഇത് പല കളറിൽ വെച്ചിട്ട് ചെയ്യണേ, വൈറ്റ് കളർ മാത്രല്ല. ഇത് മൊത്തം ഇങ്ങനെ കവർ ചെയ്യാം ഇതുപോലെ. ഇത് നമ്മൾ വാൾ ഡെക്കർ ഒക്കെ ആയിട്ട് ചെയ്യാം. നമ്മൾ ചുമരിൽ ഹാങ് ചെയ്യൂലേ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന. എന്നിട്ട് എന്ത് ചെയ്യാം? നീളത്തിലുള്ള
ഒരു പീസ് എടുക്കാം ചെറുത്. അപ്പൊ നമ്മളിത് ചെയ്യുന്നില്ല കേട്ടോ, ചെയ്യാൻ സമയമില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടാക്കണം. ഒരു ഇത് ഈ സംഗതി ഉണ്ടല്ലോ വെള്ള, ഇത് മൊത്തം വെക്കണം. പിന്നെ ഇങ്ങനെയുള്ള പിന്നെ ഈ നൂല് പോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പല ഹൈറ്റില്. ഇപ്പൊ ഇവിടെ ഇത്ര ഹൈറ്റിലൊന്ന്, പിന്നെ ഇത്ര ഹൈറ്റിലൊന്ന്, ഇത്ര ഹൈറ്റിലൊന്ന്, അങ്ങനെ ഇങ്ങോട്ട് രണ്ടെണ്ണം, ഇങ്ങോട്ട് രണ്ടെണ്ണം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ ഇല്ലേ, അത് പോയോ? അതിവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഫാത്തിമ കാണുന്നുണ്ടോ? ഫാത്തിമ കാണുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി നോക്കിയിരുന്നു, അതാ ഞാൻ ഫാത്തിമേനോട് ചോദിക്കണം കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ നൂലുകൾ എടുത്ത് രണ്ടെണ്ണം ഇങ്ങോട്ട് വെക്കാം. ഒന്ന് ഇത്ര ഹൈറ്റ്, ഒന്ന് ഇത്തിരി ഹൈറ്റ്, പിന്നെ ഇവിടെ ഇത്ര ഹൈറ്റ്, ഇത്ര ഹൈറ്റ്. എന്നിട്ട് അവിടേക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാം. ബാക്കിയുള്ളടത്തൊക്കെ മൊത്തത്തിൽ വൈറ്റ് ഇങ്ങനെയും വെക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പല കളർ വെച്ചിട്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സ്പോഞ്ച് ബീഡൊക്കെ വെക്കാം. നമുക്കതിപ്പോ കാണിച്ചു തരാൻ ടൈമില്ല. എന്നാൽ ചുമരിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്, ഇവിടെ ഹൈറ്റ് കുറഞ്ഞ രണ്ടെണ്ണം, ഇവിടെയും ഹൈറ്റ് കുറഞ്ഞ രണ്ടെണ്ണം, പിന്നെ ഈ വൈറ്റ് മൊത്തം കവർ ചെയ്യുന്നത് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ലേ? നമുക്ക് ചുമരിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം അല്ലേ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അപ്പൊ ഇനി വെക്കേഷൻ നിങ്ങൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്തു നോക്കുവോ? ശരി, നമ്മളൊരു കോഴ്സ് എടുക്കുന്നുണ്ട് ക്രാഫ്റ്റിനായിട്ട്, ക്രാഫ്റ്റ് പഠിപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജോയിൻ ചെയ്യാം. മിസ് എന്നാ തുടങ്ങുന്നേ? മൺഡേ തുടങ്ങി, ജോയിൻ ചെയ്തു. ഇബ്രാഹിമിന്റെ പേരില ജോയിൻ ചെയ്ത. ആയിക്കോട്ടെ, രണ്ടുപേർക്കും അറ്റൻഡ് ചെയ്യാലോ. എന്നാ തുടങ്ങുന്നേ? അത് നമുക്ക് തുടങ്ങാൻ 2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ അന്നേരം നമുക്ക് ഇതുപോലെ ഒരുപാട് സംഗതികൾ പഠിച്ചെടുക്കാം. നിങ്ങൾ ചെയ്ത വർക്കൊക്കെ ഒന്ന് കാണിച്ചേ. ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? വീട് പഠിച്ചു, ബട്ടർഫ്ലൈ പഠിച്ചു, ഫിഷ് പഠിച്ചു. ഒന്ന് കാണിച്ചേ. യാസീൻ കാണുന്നില്ലടാ, താഴ്ത്തി പിടിക്കാം. ഓക്കെ ഓക്കെ. സെറ്റ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്? ഓക്കെ. അപ്പൊ ചെയ്യുന്നവരൊക്കെ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കുറെ സംഗതികൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പേപ്പർ വെച്ചിട്ട് മാത്രല്ലേ ചെയ്തുള്ളൂ. ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്യും, വുളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്യും, പ്ലാസ്റ്റിക് ബോട്ടിൽസില്ലേ നമ്മൾ ആർക്കും വേണ്ടാത്ത വലിച്ചെറിഞ്ഞു കളയുന്നേ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ട് അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കും. അതുപോലെ എന്ത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്യണം. റെഡി? ഷഫീദ മാം. സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പോ കുട്ടികളെ എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? അടിപൊളിയാണോ? ഉണ്ടാക്കിയോ? നിങ്ങൾ പേപ്പർ വെച്ചിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയോ? ആണോ? ഇഷ്ടായോ? മാമിന്റെ ക്ലാസ് എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ മാം പറഞ്ഞു. പറഞ്ഞോ. എന്താണ്? സൂപ്പർ ക്ലാസ്. ഓക്കെ, താങ്ക് യു. അപ്പോ മാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പേപ്പർ വെച്ചിട്ട് മാത്രമല്ല, ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്യാം, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ കപ്പ് വെച്ചിട്ടും പ്ലേറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് നമ്മൾ ചൊവ്വാഴ്ച, ഇനി വരുന്ന ചൊവ്വാഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് ഒരു മാസത്തേക്ക് 800 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യാ, ആ കോഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ടീച്ചർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോ നെക്സ്റ്റ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യാ, നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കുക.
അപ്പൊ നമുക്ക് എന്താണ് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പേരൻസ് ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. നിങ്ങൾ ഒറ്റയ്ക്കാണല്ലേ? മിടുക്കന്മാരും മിടുക്കികളുമാണ്. നിങ്ങൾ ഒറ്റക്കാക്കിയിട്ട് അത്രയും വിശ്വസിച്ച് പോയിക്കാണ്. അടിപൊളി. അപ്പൊ ഇനി എല്ലാവരും അപ്പൊ പിന്നെ പാരന്റ്സിനെ, ഉപ്പച്ചിനെ ഉമ്മച്ചിനെ അല്ലെങ്കിൽ അച്ഛനെ അമ്മനെയൊക്കെ എന്ത് ചെയ്യാ കൊണ്ട് കാണിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കൊണ്ട് കാണിക്കുക കേട്ടോ. കണ്ട ഞങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. എടുത്തു വെക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. ഇനിയും നമ്മുടെ വിംബിൾ അക്കാദമിയുടെ സ്റ്റുഡൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഇനിയും ഇതേപോലെ സെഷൻസ് ഉണ്ടാകും, ഫ്രീ സെഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, ഇനിയും സെഷൻസ് ഒക്കെ ജോയിൻ ചെയ്യുക. കഴിഞ്ഞ ദിവസം ഹാൻഡ് റൈറ്റിംഗിന്റെ സെഷൻ ഉണ്ടായിരുന്നു, ഫ്രീ സെഷൻ. അതിൽ കുറെ പേര് ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ ഇനിയും സെഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ജോയിൻ ചെയ്യുക. നല്ല അടിപൊളി, നല്ല കിഡിലും കുട്ടികളായിട്ട് മാറാം കേട്ടോ. ഓക്കെ, അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റി ഷെഫിദ മാം വളരെ വണ്ടർഫുൾ ആയിട്ട്, അടിപൊളി, സൂപ്പർ ആയിട്ട് എടുത്തു. അപ്പൊ ഷെഫിദ മാമിനുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ബൈ.